ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഷസ് റെയിൻവേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബാക്കി വന്ന ചോറും ഒരു കോഴിമുട്ടയും കൊണ്ട് അധികം ഓയിലൊന്നും ഉപയോഗിക്കാതെ, അതുപോലെ തന്നെ മാവൊന്നും കുഴച്ച് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കാതെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പൊറോട്ടയാണ്. മാവ് വീശിയടിക്കൊന്നും ചെയ്യാതെ ഇത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂട്ടോ. എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഈ പൊറോട്ട എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 250 ml കപ്പിൽ 1 കപ്പ് ചോറെടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. ബാക്കി വന്ന ചോറോ അല്ലെങ്കിൽ നമ്മൾ അപ്പം തന്നെ ഉണ്ടാക്കിയ ചോറോ ഏത് വേണമെങ്കിലും ഇതിലേക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും നമ്മൾ ചോറ് അളന്നെടുത്ത് അതേ കപ്പിൽ 1/4 കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് ഈ ചോറ് നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇപ്പം ഞാനിത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഒട്ടും തരികളില്ലാതെ ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ വേണം കേട്ടോ ഇത് അരച്ചെടുക്കാനായിട്ട്. ഇനി ഈ അരച്ചെടുത്ത ചോറിൻ്റെ പേസ്റ്റ് ഒരു മിക്സിംഗ് ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നിങ്ങളിതിലേക്ക് മിക്സ് കഴുകിയ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചോറ് അളന്നെടുത്ത അതേ കപ്പിൽ 2 കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മൈദപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇത് കുഴച്ചെടുക്കാനായിട്ട് ഇനി വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. നമ്മൾ അരച്ചെടുത്ത ചോറിൻ്റെ പേസ്റ്റിലാണ് ഈ മാവ് കുഴച്ചെടുക്കേണ്ടത്. ഇത് കുഴച്ച് നോക്കിയപ്പോൾ ഈ മാവ് കണ്ടില്ലേ, നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവത്തിലാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് മൈദപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ മാവ് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ ചോറ് അരച്ചെടുക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ വെള്ളത്തിൽ അരച്ചെടുക്കുക കേട്ടോ. വെള്ളം കൂടിപ്പോയാൽ നമ്മൾ അതിനനുസരിച്ച് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടി വരും. ഈ മാവ് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാനും പാടില്ല, എന്നാൽ നല്ല സോഫ്റ്റായിട്ട് നമുക്കിത് കിട്ടും വേണം. ഇപ്പോൾ ഈ മാവ് കയ്യിൽ ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കുന്നുണ്ട്, അത് കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് പൊടിയൊന്നും ഇട്ട് കൊടുക്കണ്ട. പകരം 1 ടേബിൾ സ്പൂൺ ഓയിൽ കയ്യിൽ ഇതുപോലെ ആക്കി കൊടുത്തിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ പിന്നെ ഇത് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് പറ്റും. നമ്മൾ സാധാരണ പൊറോട്ടക്കും ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുന്ന അത്ര ടൈറ്റായിട്ടില്ല, അതിനേക്കാളും കുറച്ച് ലൂസായിട്ടാണ് ഈ മാവ് ഇരിക്കുക. നമ്മളിത് ചോറ് ചേർത്തുണ്ടാക്കുന്നത് കൊണ്ട് ഈ മാവ് നല്ല സോഫ്റ്റാണ്. ഇത് അധികം നേരം കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ 1 കപ്പ് ചോറിലേക്ക് 2.5 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടാണ് ഇതുപോലെ നല്ല സോഫ്റ്റായിട്ടുള്ള മാവാക്കി ഞാനിതൊന്ന് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല, ഇതിപ്പം തന്നെ പരത്തിയെടുക്കുകയാണ്. ഇനി ഒരു ബൗളിലേക്ക് 2 ടീസ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ മൈദപ്പൊടിയിലേക്ക് 2.5 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ഈ മൈദപ്പൊടി കട്ടയൊന്നും കെട്ടാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ കുഴച്ചെടുത്ത മാവ് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് പരത്തിയെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ 2 പോർഷനായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൽ നിന്നും ആദ്യം ഒരു മാവ് പരത്തിയിട്ടെടുക്കുക. പരത്തിയെടുക്കാനായിട്ട് കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇതുപോലെ തൂവി കൊടുക്കുക. എന്നിട്ട് ഈ മാവ് വളരെ തിന്നായിട്ട് തന്നെ പരത്തിയിട്ടെടുക്കുക. നമ്മളിതിൽ ചോറ് ചേർത്ത് കൊടുത്തിട്ട് മാവ് കുഴച്ചെടുത്തത് കൊണ്ട് ഈ മാവ് പെട്ടെന്ന് തന്നെ നമുക്ക് പരത്തിയെടുക്കാനായിട്ട് പറ്റും. മാവ് ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മൈദപ്പൊടിയിൽ മിക്സ് ചെയ്തെടുത്ത ഓയിലില്ലേ, അതിൽ നിന്നും പകുതി ഈ മാവിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുത്തിട്ട് മാവിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓയിൽ മുഴുവനായിട്ടും ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. പകുതി ഓയിൽ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. ബാക്കി പകുതി നമുക്ക് രണ്ടാമത്തെ മാവ് പരത്തിയെടുത്തതിന് ശേഷം അതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ മാവിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ മാവ് ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. മാവ് നമുക്കിതുപോലെ റോൾ ചെയ്തെടുക്കാൻ പറ്റണം. ആ ഒരു കട്ടിയിലാണ് കേട്ടോ നമ്മളിത് പരത്തിയെടുക്കേണ്ടത്. നമ്മളിത് ഒരുപാട് നൈസായിട്ടാണ് പരത്തിയാൽ നമുക്കിതുപോലെ റോൾ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കിത് റോൾ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ വേണം കേട്ടോ ഈ മാവ് പരത്തിയെടുക്കാനായിട്ട്. മാവ് ഇതുപോലെ റോൾ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് എത്ര വലിപ്പത്തിലുള്ള പൊറോട്ടയാണോ വേണ്ടത് വെച്ചാൽ ആ ഒരു വലിപ്പത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ മാവ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഓരോ പീസ് മാവും എടുത്തിട്ട് ഇതുപോലെ പതിയെ കൈ കൊണ്ടൊന്ന് പരത്തിയെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ പൊറോട്ട ഒരുപാട് ലെയറായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇവിടെ എല്ലാം തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒരു ഓയിൽ തടവിയ പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റി കൊടുക്കുക.
ഇനി ഇതിൽ നിന്നും ഓരോ മാവ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. ഒരുപാട് അങ്ങോട്ട് കനം കുറച്ചിട്ടല്ല ഇത് പരത്തേണ്ടത്, അത്യാവശ്യം ഈ ഒരു കട്ടിക്ക് പരത്തിയെടുക്കുക. ഇനി ഇതുപോലെ റോള് കൊണ്ടല്ലാതെ കൈകൊണ്ടും ഇതുപോലെ പരത്തിയെടുക്കാവുന്നതാണ്. അത്രക്ക് സോഫ്റ്റാണ് ഈ മാവ്. പരത്തിയെടുക്കുമ്പോൾ നമ്മളിനി ഇതിലേക്ക് ഓയിലൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മളിതിലേക്ക് ആകെ 3.5 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ഓയിലൊക്കെ ആവശ്യം വരാറുണ്ടല്ലേ. എന്നാൽ ഈ ഒരു പൊറോട്ട ഉണ്ടാക്കാൻ അധികം ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം ഇനി നമുക്കിത് ചൂടായിട്ട് കിടക്കുന്ന പാനിലേക്ക് കുറച്ച് ഓയിലൊന്നാക്കി കൊടുക്കുക. അതിനുശേഷം ഈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ 2 സൈഡും നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക. എന്നാലേ ഇതിൻ്റെ ഉൾവശം നല്ലതുപോലെ വെന്ത് കിട്ടുള്ളൂ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ നല്ലതുപോലെ വെന്ത് കിട്ടണം. അപ്പോൾ ആ ഒരു രീതിക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇത് വേവിച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ പൊറോട്ട നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പാനിൽ നിന്നും എടുത്ത് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ ചുട്ടെടുക്കുക. അപ്പോൾ ഓരോ പൊറോട്ട ചുട്ടെടുക്കുമ്പോഴും പാനിൽ ഇതുപോലെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ ഇത് ചുട്ടെടുക്കാനായിട്ട്. അപ്പോൾ ചോറ് കൊണ്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു പൊറോട്ടയാണിത്. ഇപ്പോൾ ഞാനിവിടെ എല്ലാ പൊറോട്ടയും ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. ചുട്ടെടുത്തതിന് ശേഷം ഒരു 4 എണ്ണം ഒരുമിച്ച് വെച്ചിട്ട് സാധാരണ നമ്മൾ കേരള പൊറോട്ട അടിച്ചെടുക്കൂലേ, അതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ നമുക്കിത് ലെയറായിട്ട് കിട്ടും. അപ്പോൾ ഞാനിത് ആദ്യം 4 എണ്ണം വെച്ചിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം എല്ലാം കൂടി ഒരുമിച്ച് വെച്ചിട്ടും ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചോറ് വെച്ചിട്ട് ഈ പൊറോട്ട ഇൻസ്റ്റൻ്റായിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് കൊണ്ട് തന്നെ ഇത് നല്ല സോഫ്റ്റാണ് കേട്ടോ. മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഒരുപാട് ഓയിലിൻ്റെ ഒന്നും ഉപയോഗം ഇതിൽ വരുന്നുമില്ല. ഇതിലധികം ഓയിൽ ചേർക്കാത്തത് കൊണ്ട് തന്നെ സാധാരണ നമ്മൾ പൊറോട്ട കഴിക്കുമ്പോൾ ഒരു മയക്കവും വയറിനൊരു കനവും ഒക്കെ ഉണ്ടാവില്ലേ, അതുപോലെ ഈ ഒരു പൊറോട്ട കഴിച്ചാലും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പൊറോട്ടയാണിത്. അപ്പോൾ നിങ്ങളും ചോറ് വെച്ചിട്ട് ഇതുപോലെ പൊറോട്ട ഒന്ന് റെഡിയാക്കി നോക്കൂട്ടോ. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്